പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൂത്രപ്പള്ളി എന്ന ഏരിയയിലാണ്. ഇതൊരു 3200 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ 10 മാസം കൊണ്ട് ചെയ്തു തീർത്താണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ക്ലൈൻറ്റ് വളരെയധികം സ്പീഡിൽ തീർക്കണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്ത പ്രൊജക്റ്റായിരുന്നു. സോ പറയുവാണെങ്കിൽ ഒരു 10 മാസം കൊണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്തു തീർക്കാൻ പറ്റി. $15 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ സ്ഥലത്തിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചുറ്റുമുള്ളതെല്ലാം വളരെ താന്നിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇത് മാത്രം നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതും വളരെയധികം താന്നായിരുന്നു. 2 തട്ടായിട്ട് കിടന്ന സ്ഥലമാണ്. സോ നമ്മൾ ആ 2 തട്ടിനെയും നമുക്ക് വീട് പണിയാനുള്ള ഒരു ഏരിയ ഒരു തട്ടായിട്ട് മാറ്റി ഐസൊലേറ്റഡ് കോളം ഫുട്ടിങ് കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ വർക്കൗട്ട് മൊത്തം ചെയ്തിരിക്കുന്നത്. ഈ ക്ലയൻറ്റ് നമ്മളിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ക്ലയൻറ്റിന് വേറെ ഒന്നും അറിയണ്ട, എല്ലാം തീർത്ത് കിട്ടണം. അവരുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു, അവർ വേറെ ഒന്നും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ചലഞ്ചായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും നമ്മൾ ക്ലയൻറ്റ് അടുത്ത് പറയാറുള്ളത് നിങ്ങളുടെ മാക്സിമം ഇൻവോൾവ്മെൻറ്റും വേണം, എന്നാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. സോ ക്ലയൻറ്റ് കംപ്ലീറ്റ് ഒരു ട്രസ്റ്റ് നമ്മൾ ഏൽപ്പിക്കുകയായിരുന്നു. സോ അത് തന്നെ ഇറ്റ് വാസ് എ ബിഗ് ചലഞ്ച് ആക്ച്വലി. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്ത പ്ലാൻ തന്നെ ക്ലയൻറ്റ് 100% കൺവിൻസ്ഡ് ആയിരുന്നു. ആൻഡ് 3D ഓപ്ഷൻ ആണെങ്കിലും ആദ്യത്തെ തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. സോ അത് പ്രൊജക്റ്റിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. ഓക്കെ, സോ ടു നോ ദ ക്ലയൻറ്റ്സ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ടു ഡെലിവർ, അത് നമ്മൾ എല്ലാ പ്രൊജക്റ്റിനും എൻഷുർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ ഇവിടെയും അത് തന്നെ നമുക്ക് ആദ്യത്തെ തന്നെ നമുക്കത് ഫ്രീസ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും നമ്മുടെ പ്രൊജക്ട്സ് സ്ഥിരം ചെയ്യുന്ന ടീം തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഹാൻഡിൽ ചെയ്തത്. സോ അത് കാരണം നമുക്ക് എല്ലാം പാരലലി തന്നെ റൺ ചെയ്യാൻ പറ്റി. അങ്ങനെ നമുക്കൊരു 10 മന്ത്സ് കൊണ്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പും എക്സ്റ്റീരിയറും കംപ്ലീറ്റ് ഉൾപ്പെടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ പ്രൊജക്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു പക്ക കണ്ടംപററി സ്റ്റൈലാണ്. ഇപ്പം ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റിന് ക്ലയൻറ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും ക്ലയൻറ്റിന് ഇന്നത്തെ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു ഡിസൈൻ മതി എന്നുള്ളതായിരുന്നു. ഓക്കെ, സ്ലോപ്പ് റൂഫിനോടൊക്കെ അത്രയും ഒരു ഇൻട്രസ്റ്റ് ക്ലയൻറ്റ് കാണിച്ചിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പക്ക കണ്ടംപററി സ്റ്റൈലിലാണ് ഈ പ്രൊജക്റ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കണ്ടംപററി ട്രോപ്പിക്കൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും എല്ലാം വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു കണ്ടംപററി റെസിഡൻസിൽ നമുക്കെല്ലാം കൂടെ 4 ബെഡ്റൂം, 4 ബാത്റൂം, ഒരു ഫാമിലി ലിവിംഗ് റൂം, ഒരു ഗസ്റ്റ് ലിവിംഗ് റൂം, ഒരു ഡൈനിങ്, ഒരു പാറ്റിയോ, ഒരു കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ, ഒരു അപ്പർ ലിവിംഗ് ബ്രിഡ്ജ്, പിന്നെ നമുക്ക് ബാൽക്കണി, ഓപ്പൺ ടെറസ് 2 എണ്ണം, അങ്ങനെ തുടങ്ങിയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമുക്ക് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. ഈ സൈറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം സൈറ്റിൽ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൈറ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് വന്നപ്പോഴാണ് ആ ഒരു ഹൈറ്റിൽ നമുക്ക് നല്ലൊരു സൺസെറ്റ് വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ അപ്രോച്ച് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ആ സൺസെറ്റ് വ്യൂ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ അതിൻ്റെ മെയിൻ ഹാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ആയിട്ടുള്ള മെയിൻ ആ പാറ്റിയോ, ഫാമിലി ലിവിംഗ്, ഡൈനിങ് കോറിഡോർ നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു. സോ ആ സ്ട്രെയിറ്റ് ആക്സിസിൽ എക്സ്റ്റീരിയറിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ഒരു വാട്ടർ ബോഡി, പ്ലാന്റർ ബോക്സ്, ഫാമിലി ലിവിംഗ് റൂം, കോർട്ട്യാർഡ്, ഈ പറഞ്ഞ ഡൈനിങ്, നമ്മളുടെ പാറ്റിയോ, അതിൻ്റെ എക്സ്റ്റീരിയർ സ്പേസ്, കിച്ചൺ. സോ മാക്സിമം അങ്ങ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഏരിയാസിലോട്ട് ഈ വ്യൂവും ഏറ്റവും കൂടുതൽ വിൻഡ് ഫ്ലോ വരുന്ന സൈഡും ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. സോ അത് നമുക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് നല്ല രീതിയിൽ ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ ഇവർ ഇവിടെ നാട്ടിലുള്ളവരല്ല. സോ അവർ വരുമ്പോൾ കൂടുതലും ഫാമിലി ആൾക്കാരും എല്ലാവരും ഇവിടെ കൂടാറുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേനും ഈ പറഞ്ഞ എല്ലാവർക്കും മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പം ഒരു ഫോർമൽ ലിവിംഗ് റൂം, ഒരു 6 to 7 സീറ്റിൻ്റെ ഫോർമൽ ലിവിംഗ് റൂം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാർജ് സ്പേസ് ആയിട്ടുള്ള ഡബിൾ ഹൈറ്റ് ഫാമിലി ഡൈനിങ് സ്പേസ് ആണ്, പ്ലസ് പാറ്റിയോ സ്പേസ്. സോ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ കണക്ട് ചെയ്തൊരു ലാർജ് ഹോളായിട്ട് തന്നെ നമുക്കിത് മൊത്തം ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ്. പ്ലസ് എല്ലാ റൂമിനും ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആ ഡൈനിങ്ങും ഫാമിലി ലിവിംഗ് റൂമും എല്ലാം ഒരു ഡബിൾ ഹൈറ്റിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റിന് പറയുന്നത് ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് തന്നെയാണ്. മെയിൻ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് നമ്മൾ കറക്റ്റ് ഫാമിലി ഈ പറഞ്ഞ ഡൈനിങ്, ഫാമിലി ലിവിംഗ് റൂമും ഗസ്റ്റ് ലിവിംഗ് റൂമിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്പേസിലാണ്. സോ ആ കോർട്ട്യാർഡാണ് ആക്ച്വലി ഒരു ട്രാൻസിഷൻ സ്പേസ് ബിറ്റ്വീൻ ഈ പറഞ്ഞ ഫാമിലി ഡൈനിങ് ആൻഡ് ദ ഗസ്റ്റ് ലിവിംഗ്. സോ ആ കോർട്ട്യാർഡ് കൊടുത്തപ്പോഴും പലയിടത്തും പറ്റുന്നൊരു ഇഷ്യൂ
നമ്മളിപ്പോൾ സൗത്തിലോ വെസ്റ്റിലോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റും അല്ലെങ്കിൽ അവിടുത്തെ ഒരു മൈക്രോ ക്ലൈമറ്റും കോണ്ടെക്സ്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മാക്സിമം ചിലപ്പോൾ ഹീറ്റ് അകത്തോട്ട് വരാം എന്നുള്ള കൺസേൺസ് പറയാറുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് സൈഡിലാണ് നമ്മൾ ഈ പറഞ്ഞ കോർട്ട്യാർഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. സോ നോർത്ത് സൈഡിൽ എന്ന് പറയുമ്പോൾ മാക്സിമം ലൈറ്റ് നമുക്ക് അകത്തോട്ട് വരും, ചൂട് എത്രയും കുറവായിരിക്കും, കാരണം ഹീറ്റ് എത്രയും കൂടുതൽ വരുന്നത് അതർ സൈഡായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് ഫങ്ഷണൽ സോണിങ് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രൊജക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസിലോട്ട് പറയുവാണെങ്കിൽ ഒരു ലോങ് സിറ്റ് ഔട്ടിൻ്റെ ഒരു ഫീലിലാണ് നമ്മൾ എൻട്രൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു ഒരേ ലെവലുള്ള സിറ്റ് ഔട്ടാണോ വെച്ചാൽ അല്ല. അപ്പോൾ പല ഏജിലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റിംഗ് സ്പേസും ഫ്ലോറിലെ പല ലെവൽസും ഒരു വാട്ടർ ബോഡി പ്ലാന്റർ ബോക്സും എല്ലാം കണക്ട് ചെയ്ത് ഒരു എലോങ്ങേറ്റഡ് ഒരു സിറ്റ് ഔട്ട്. പണ്ടത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ നമ്മൾ തിണ്ണ കോൺസെപ്റ്റിന് പറയും. അപ്പം തിണ്ണയിൽ എല്ലാവരും ഇറങ്ങിയിരിക്കുക ഈവനിങ് ഒക്കെ ആകുമ്പോൾ അതൊരു ഒരു ഈവനിങ് റിലാക്സ്മെൻറ്റ് ടൈമാണ് ആക്ച്വലി. സോ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ സിറ്റ് ഔട്ടും കാര്യങ്ങളും അതിൻ്റെ ഒരു വാട്ടർ ബോഡി കണക്ഷൻ ഈവൻ തിണ്ണയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും അകത്തെ ഫാമിലി ലിവിങ് റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഒരു കണക്ഷൻ ഉണ്ട്. സോ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. എലോങ് വിത്ത് ദാറ്റ് പെഡസ്ട്രിയൻ ഗേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പെഡസ്ട്രിയൻ ഗേറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5x1 സ്റ്റെപ്പിംഗ് സ്റ്റോൺസും. സോ ആ പെഡസ്ട്രിയൻ ഗേറ്റിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ പ്രയർ യൂണിറ്റാണ്. സോ മെയിൻ ഡോർ വഴി പ്രയർ യൂണിറ്റിലോട്ടൊരു ഡയറക്റ്റ് കണക്ഷനാണ് നമ്മളോട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നത്. സോ ഈ എൻട്രൻസ് വരുമ്പോൾ അകത്തോട്ട് കയറി വരുമ്പോഴത്തേനും ഇപ്പോൾ നമ്മൾ ഡോറുകളെല്ലാം തടി തന്നെ പോയിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിൽ ക്ലയൻറ്റ്സ് ഒക്കേഷണലി വരുന്നതായതുകൊണ്ട് നമ്മൾ ഒറിജിനൽ വുഡൻ ഫിനിഷസ് വിൻഡോസിനല്ല പോയിരിക്കുന്നത്. ഇവിടെ നമ്മൾ സിസ്റ്റം അലൂമിനിയം വിൻഡോസാണ് പോയിരിക്കുന്നത് വുഡൻ ഫിനിഷിലുള്ള. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും, നമുക്ക് ഈ പറഞ്ഞ ഡ്യൂറബിൾ ആണ്. സോ അതുകൊണ്ടാണ് സിസ്റ്റം അലൂമിനിയം വിൻഡോസാണ് ഇവിടെ പോയിരിക്കുന്നത്. സോ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഗസ്റ്റ് ലിവിങ് റൂമിലോട്ടാണ് കയറുന്നത്. സോ ഒരു ഗസ്റ്റ് ലിവിങ് റൂം ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു വുഡൻ പ്ലാങ്ക് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ നോക്കുന്നത് നമ്മുടെ പ്രയർ യൂണിറ്റിലാണ്. സോ ആ പ്രയർ യൂണിറ്റിനെ തന്നെ ഒരു എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മളതിൻ്റെ കോർട്ട്യാർഡ് സ്പേസും കാര്യങ്ങളും. ആ കോർട്ട്യാർഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളൊരു സ്വിങ് ഒരു ആട്ടുകെട്ടലും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. സോ നോർത്ത് സൈഡിൽ നിന്നുള്ള മാക്സിമം കാറ്റ് നമുക്ക് ഈ നോർത്ത് സൈഡിൽ ഈ ഓപ്പണിങ്സ് വഴി അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബേസിക് സോണിങ് നോക്കുകയാണെങ്കിൽ 4 സൈഡും ഫുൾ ഓപ്പൺ ആണ്. ആക്ച്വലി പറഞ്ഞാൽ കാറ്റ് കയറി ഇറങ്ങി പോകുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസും കൂടെ ആയപ്പോഴത്തേന് നല്ല ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സെയിം തന്നെ നോർത്ത് സൗത്തും ആ ഒരു കണക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ അത് ആ സ്പേസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ വോളിൽ തന്നെ ഒരു സ്ട്രിപ്പ് ലൈറ്റിന് ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഷെൽഫും നമ്മളിവിടെ സ്റ്റോറേജിന് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നാണ് നമ്മൾ വന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഡൈനിങ് ഫാമിലി ലിവിങ് റൂമായിട്ടുള്ള സിംഗിൾ ഒരു ലാർജ് ഹോളോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്പേസും കണക്റ്റായിട്ടാണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുക. ഫാമിലി ലിവിങ് റൂമിൻ്റെ ബാക്ക് സൈഡ് വഴി തന്നെയാണ് നമ്മൾ മെയിൻ എൻട്രൻസ് സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. സോ എൻട്രൻസ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റീൽ വിത്ത് വുഡൻ പ്ലാങ്ക്സിലാണ് എൻട്രൻസ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഡബിൾ ഹൈറ്റിലോട്ടാണ് അതിൻ്റെയും ഒരു കണക്ഷൻ വരുന്നത്. സോ ഒരു ബ്രിഡ്ജ് കോൺസെപ്റ്റിലാണ് എൻ്റയർ പ്രൊജക്റ്റിൻ്റെ ഡബിൾ ഹൈറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. സോ 2 ബെഡ്റൂം ടോപ്പിലും 2 ബെഡ്റൂം താഴെ. സോ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഒരു വാസ്തു പ്രകാരം നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് കൊടുത്തിരിക്കുന്നത്. സോ മാസ്റ്റർ ബെഡ്റൂമും കിച്ചണും കണക്ട് ചെയ്താണ് പാറ്റിയോ സ്പേസ്. സോ ഡൈനിങ്, മാസ്റ്റർ ബെഡ്റൂം, കിച്ചൺ ഇതിനെ കണക്ട് ചെയ്താണ് നമ്മൾ ആ പാറ്റിയോ സ്പേസ് കൊടുത്തിരിക്കുന്നത്. സോ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ഈ പറഞ്ഞ പാഷ്യോലോട്ടൊരു കണക്ഷൻ വേണ്ടി ഫുൾ ഹൈറ്റ് സ്ലൈഡിങ് വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ നിന്നും സ്ലൈഡ് ചെയ്ത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാൻഡ്സ്കേപ്ഡ് എലമെൻസും ഈ പാഷ്യോയിലോട്ട് ഇപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയിരിക്കുകയൊക്കെ ആണെങ്കിലും അതിനൊരു കണക്ഷനും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെയും സോണിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നമ്മളൊരു ലോങ് ഡേ ബെഡ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ആ ലോങ് ഡേ ബെഡ് കൊടുത്തതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ മാക്സിമം സൺസെറ്റ് വ്യൂസ് ആ മാസ്റ്റർ ബെഡ്റൂമിൽ കിടന്നാലും കിട്ടണം. അതിനുവേണ്ടിയാണ് അത്രയും ഒരു ലോങ് ഡേ ബെഡും കാര്യങ്ങളും ലോങ് വിൻഡോസും ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രൈവസി വേണ്ട സൈഡിൽ ഒരു സിംഗിൾ പാനൽ വിൻഡോ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. സെപ്പറേറ്റ് ഡ്രസ്സിങ് യൂണിറ്റും അറ്റാച്ച്ഡ് ബാത്റൂം. ഡൈനിങ് ഫാമിലി ലിവിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഓപ്പണിംഗ് കൊടുത്താണ് നമ്മളിതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് നമ്മൾ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ ഒരു എലിവേഷനിലുള്ളൊരു ഫിക്സഡ് ഗ്ലാസ്സിലോട്ടാണ് ഇതിൻ്റെ
ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ കണക്ഷൻ വരും. സോ റോഡിലൂടെ പോകുന്ന ഒരു ആൾക്ക് പോലും ഈ പറഞ്ഞ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ലാർജ് ഫിക്സഡ് ഗ്ലാസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് എലിവേഷനിൽ. ഈ പറഞ്ഞ ഫ്രണ്ടിലെ ബെഡ്റൂമിൽ നമ്മൾ അതിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. സോ ആ ബാൽക്കണി ഇരുന്നാലും ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ ഫാമിലി ലിവിംഗ് റൂം, ഡൈനിങ് റൂമും കംപ്ലീറ്റ് നമുക്ക് വ്യൂ ചെയ്യാം. സോ ഒരു കണക്ഷൻ നമുക്ക് എല്ലാ സ്പേസും തമ്മിൽ ഏത് റൂമിൽ നിന്ന് ഇറങ്ങിയാലും കിട്ടുന്ന രീതിയിലാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ 2 സൈഡും ഓപ്പൺ ടെറസാണ്. അവിടെയും ഈ ക്ലയൻസ് അവർ ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗദർ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് ആ ഓപ്പൺ ടെറസ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴും കംപ്ലീറ്റ് സൺസെറ്റും കാര്യങ്ങളും കാണുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഓപ്പൺ ടെറസും പ്ലേസ് ചെയ്തേക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ മെയിൻ്റനൻസ് കുറഞ്ഞ് പേൾ ഗ്രാസിലാണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കുന്നത്. പ്ലസ് ആ എൻട്രൻസ് ഗേറ്റ് വേ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ പെഡസ്റ്റൻ ഗേറ്റിൽ 5x1 ബാംഗ്ലൂർ സ്റ്റോണും അതിൻ്റെ 2 സൈഡിലും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ കോബിൾ സ്റ്റോണും ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു വോള് കംപ്ലീറ്റും ലാൻഡ്സ്കേപ്പിംഗ് ഫീച്ചേഴ്സും കൊടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ കിച്ചണിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു ലോങ് റിബൺ വിൻഡോ ആണ് ഇവിടെ പ്രൊജക്റ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ പല പ്രൊജക്റ്റിലും ചെയ്യും ഈ പറഞ്ഞ ലാർജ് വിൻഡോ കൊടുത്ത് സ്റ്റോറേജ് കുറയാറുണ്ട്. സോ നമ്മൾ പ്രൊജക്ട്സിൽ യൂഷ്വലി ചെയ്യുന്നത് റിബൺ വിൻഡോ തന്നെയാണ് കൊടുക്കുക. സോ ദാറ്റ് വി ക്യാൻ എൻഷുർ മാക്സിമം സ്റ്റോറേജ് വിത്തിൻ ദ കിച്ചൺ. സോ കിച്ചണിൽ തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് ഈ പറഞ്ഞ ഒരു ഫോൾഡബിൾ ഒരു ടേബിൾ ടോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറയാൻ വേണ്ടി കംപ്ലീറ്റ് വാൾസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ടൈൽ ചെയ്തിട്ടുണ്ട്. സോ മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്തേക്കുന്നത്.